കല്യാൺ ഹാളിലേക്ക് വരികയാണ്. വേണു അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാതിയും തൊട്ടടുത്തു തന്നെയുണ്ട്. കല്യാൺ പത്രം വേണുവിന്റെ കയ്യിൽ നിന്നും വാങ്ങി വായിക്കുന്നു. അപ്പോൾ സീത മുദ്രപത്രവുമായി താഴേക്ക് വരുന്നു. കല്യാണിന്റെ കയ്യിൽ ആ മുദ്രപത്രം എത്തിക്കുവാനുള്ള സുവർണ ഐഡിയയുമായി സീത മുദ്രപത്രത്തിൽ വിമാനമുണ്ടാക്കുന്നു. എന്നിട്ട് അത് കല്യാണിന്റെ നേരെ എറിയുന്നു. കല്യാണിന്റെ പത്രത്തിന് മുന്നിൽ തന്നെ വിമാനം ചെന്ന് വീഴുന്നു. അതു കിട്ടിയ കല്യാൺ അത് മുദ്രപത്രമാണെന്ന് മനസ്സിലാക്കുന്നു. ഉടൻ സീത കരഞ്ഞുകൊണ്ട് എന്റെ പ്ലെയിൻ താ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പറയുന്നു. കല്യാൺ സീതയുടെ കയ്യിൽ നിന്നും ബാക്കി പേപ്പേഴ്സ് കൂടി വാങ്ങി വായിക്കുന്നു. സീതയ്ക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അന്വേഷിക്കുന്നു. എന്റെ ടെഡി ബിയർ കാണാത്തത് കൊണ്ട് അമ്മയുടെ മുറിയിൽ നോക്കിയപ്പോൾ ഷെൽഫിന്ന് കിട്ടിയതാണ് ഈ പേപ്പറെല്ലാം, സീത പറയുന്നു. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വീഡിയോകൾ അപ്പോൾ തന്നെ ലഭിക്കുവാനായി അടുത്തുള്ള ബെൽ ഐക്കണും അമർത്തൂ. കല്യാൺ വേണുവിനോട് മുദ്രപത്രത്തെക്കുറിച്ച് അറിയാമായിരുന്നു. എന്തുകൊണ്ട് മുത്തച്ഛൻ എന്റെ പേരിൽ എഴുതിയ ഈ മുദ്രപത്രത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ല? കല്യാൺ ചോദിക്കുന്നു. ഉത്തരമുട്ടി നിശബ്ദനായി വേണു നിൽക്കുകയാണ്. സീത വിൽപത്രം എന്ന് വെച്ചാൽ എന്താ എന്നൊക്കെ ചോദിച്ച് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നു. കല്യാൺ വേണുവിനോട് വീണ്ടും ചോദിക്കുന്നു. എന്നോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് നിന്റെ അമ്മയോട് ചോദിക്കുന്നതാവും. വേണു അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. കല്യാൺ മുകളിലേക്ക് പോവുകയാണ്. സ്വാതി സീതയോട് ഇത് എവിടെ നിന്ന് കിട്ടി? ഷെൽഫിൽ നിന്നും അകത്ത് ഒരു ചെറിയ അറയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സീത സ്വാതിയോട് പറയുന്നു. രാജേശ്വരി അമ്മയുടെ കളി ഇവിടെ അവസാനിച്ചു. സ്വാതി പറയുന്നു. കല്യാൺ രാജേശ്വരിയുടെ അടുത്തേക്ക് വിൽപത്രത്തെക്കുറിച്ച് ചോദിക്കാൻ വരുന്നു. കല്യാൺ വിൽപത്രം രാജേശ്വരിയെ കാണിക്കുന്നു. രാജേശ്വരി, അത് ഓഫീസിലെ ഡോക്യുമെന്റ് അല്ലേ? എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട, ഞാനിത് വായിച്ചു. കല്യാൺ രാജേശ്വരിയോട് പറയുന്നു. മുത്തച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച വിൽപത്രമാണിത്. എന്തുകൊണ്ട് എന്നോട് ഇത് മറച്ചു വെച്ചു? ഇത്രയും നാളത് എന്നോട് പറയാത്തത് എന്താണ്? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? രാജേശ്വരി ചോദിച്ചു. ഷെൽഫിൽ നിന്നും. സീത ഇതെടുത്ത് പ്ലെയിൻ ഉണ്ടായി കളിക്കുകയായിരുന്നു. വേണു പറയുന്നു. എന്തിന് എന്നിൽ നിന്നും ഇത് ഇത്രയും നാൾ മറച്ചു വെച്ചു? കല്യാൺ രാജേശ്വരിയോട് ചോദിക്കുന്നു. എന്റെ ലോകം എന്ന് പറയുന്നത് ഈ കുടുംബമാണ്. ഇത് തകരാൻ ഞാൻ അനുവദിക്കുകയില്ല. വേണുവേട്ടന്റെ അച്ഛൻ ഈ വിൽപത്രം കല്യാണിന്റെ പേരിൽ എഴുതിയപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് അജയ് അറിഞ്ഞാൽ അവന് വിഷമമാകും. കല്യാണിന്റെ പേരിൽ മാത്രമായാൽ ചിലപ്പോൾ തർക്കത്തിന് കാരണമായാലോ എന്ന് ഭയന്നാണ് ഞാൻ ഇത് ഇത്രയും നാൾ മറച്ചു വെച്ചത്. ആ വാക്കുകളിൽ കല്യാൺ വീഴുന്നു. സീതയും സ്വാതിയും രാജേശ്വരിയുടെ ഈ ആക്ടിംഗ് മറഞ്ഞു നിന്ന് വീക്ഷിക്കുകയാണ്. അമ്മ തെറ്റുകാരിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. അമ്മയെ കിട്ടിയത് എന്റെയും അജയുടെയും ഭാഗ്യമാണ്. കല്യാൺ അതും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. സ്വാതിയും സീതയും നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ വിൽപത്രത്തിന് ഒരു വിലയും ഇല്ലാതായേനെ. ഉടൻ അത് രജിസ്ട്രേഷൻ ചെയ്യണം. ചേച്ചി തന്നെ അത് പറയണം. ഈ കുട്ടികളെ നിർത്തി കല്യാൺ ചേട്ടന്റെ ഒപ്പം നിന്ന് സന്തോഷമായി ഇരിക്കൂ, സ്വാതി പറയുന്നു. കല്യാൺ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കാർ നിർത്തി രാവിലെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. എന്റെ പേരിൽ വലിയ കമ്പനികളുണ്ട്, സ്വത്തുവകകളുണ്ട്. അജയനൊന്നുമില്ല, അമ്മ നൽകുന്നതേ ഉള്ളൂ. മുത്തച്ഛൻ എന്റെ പേരിൽ മാത്രം വില്ല എഴുതി വെച്ചത് ശരിയായില്ല. എന്റെ അനിയനാണവൻ. ഈ സ്വത്തുക്കൾ അവനുകൂടി അവകാശപ്പെട്ടതാണ്. കല്യാൺ വിചാരിക്കുന്നു. മുത്തച്ഛൻ എഴുതിയ ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ അജയുടെ പേരിൽ എഴുതി വെക്കും. അവനും ഒരു കുറവും ഉണ്ടാവരുത്. കല്യാൺ തീരുമാനിക്കുന്നു. വിൽപത്രം നഷ്ടപ്പെട്ടതിൽ വേദനിച്ച് രാജേശ്വരി ഓരോന്ന് ആലോചിക്കുന്നു. എല്ലാത്തിനും കാരണം അവളാണ്, സീത. സീത അപ്പോൾ അവിടേക്ക് വരുന്നു. രാജേശ്വരി സീതയെ വഴക്കു പറയുന്നു. ഓരോന്ന് പറഞ്ഞ് രാജേശ്വരി സീതയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. സീത ഒടുവിൽ രാജേശ്വരിയുടെ കയ്യിൽ കടിച്ച് രക്ഷപ്പെടുന്നു. രാജേശ്വരി സീതയെ ഒന്നും ചെയ്യാനാവാതെ സീതയെ കൊല്ലാനുള്ള ദേഷ്യവുമായി നിൽക്കുകയാണ്. സീത ചെറിയ കുട്ടിയായി ആക്ടിംഗ് ചെയ്യുന്നതിലൂടെയാണ് സീത രക്ഷപ്പെട്ടത്. വേഗം എന്തെങ്കിലും ചെയ്യണം. വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ നടക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്യണം. രാജേശ്വരി തീരുമാനിക്കുന്നു.